ഹൊറിബിൾ മോൺസ്റ്റർ. രചന ആശാദേവി. അവതരണം സാലിം കരുളായി. ഉറക്കം പോലുമില്ലാതെ ഹോസ്പിറ്റലിൽ അവൾക്കായി അവൻ കാവലിരുന്നു. ഹിമ തൻ്റെ പെണ്ണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിനെ കുറിച്ച് അവന് ചിന്തിക്കാൻ പോലും വയ്യ. അമ്മയും അനിയനും ഒക്കെ തിരികെ വന്നപ്പോൾ ആകെ സന്തോഷിച്ച പെണ്ണാണ്. 7-ാം മാസം പകുതിയായതേ ഉള്ളൂ. നിന്ന നിൽപ്പിൽ കുഴഞ്ഞു വീണവൾ ഹോസ്പിറ്റലിൽ എത്തിക്കും വരെ മരിച്ച് ജീവിക്കുകയായിരുന്നു ദേവൻ. ഡോക്ടർ അവളുടെ പ്രഗ്നൻസി അപകടത്തെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിട്ടും അവളൊരാൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ പരീക്ഷണം. ഹിമയെ അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അവളെ സ്ഥിരം നോക്കുന്ന ഡോക്ടറെ ഇൻഫോം ചെയ്തിരുന്നു. ഹിമയുടെ അമ്മയും അനിയനും കൂടെ തന്നെയുണ്ട്. ഹിമയുടെ പ്രശ്നങ്ങളൊന്നും അവർക്കറിയില്ല. ദേവൻ പ്രാർത്ഥനയോട് അവിടെ തളർന്നിരുന്നു. ഹിമയുടെ ജീവനെക്കുറിച്ചായിരുന്നു അവൻ്റെ ആദ്യം മുഴുവനും. ഒരിക്കൽ ആ കുഞ്ഞിനെ മാത്രം മതിയെന്ന് വാശി പിടിച്ചവൻ ഇന്ന് ആ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. തൻ്റെ പ്രാണനെ ജീവനോട് തിരികെ തന്നെ എന്നൊറ്റ പ്രാർത്ഥനയെ ഇന്നവനുള്ളൂ. സമയം കടന്നുപോയി. ആരുമൊന്നും പറയുന്നില്ല. അവളെ ലേബർ റൂമിലേക്ക് കയറ്റിയിട്ടിപ്പോൾ 4 മണിക്കൂർ കഴിയുന്നു. ജീവനില്ലാത്തവനെ പോലെ ദേവൻ അവിടെ തന്നെ തളർന്നിരുന്നു. പേടിക്കേണ്ട ദേവ, അവൾക്കൊന്നുമില്ല. ഇതിപ്പോൾ പ്രഷർ വലുത് താഴ്ന്നതായിരിക്കും. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഹിമയുടെ അമ്മ അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ അവൻ്റെ ഉള്ളം പുകഞ്ഞു കത്തി. സാധാരണ ഒരു ഗർഭിണിയല്ല പോലും എന്നവനല്ലേ അറിയൂ. ഒന്നും പറയാതെ അവൻ മുഖം കുനിച്ച് അവിടെ ഇരുന്ന് പോയി. ഉള്ളിൽ ചെറിയൊരു ആദി ആ അമ്മക്ക് തോന്നാതിരുന്നില്ല. ഒരിറ്റ് വെള്ളത്തിനായി ജിത്ത് കൊതിച്ചു. അവൻ ഈ ജീവിതം തന്നെ മടുത്തു പോയിരുന്നു. പൊട്ടിപ്പൊളിഞ്ഞ ആ വീടിനുള്ളിൽ എലിയും വവ്വാലും പാറ്റയൊക്കെ ഉണ്ടായിരുന്നു. അവർക്കിടയിൽ ഒരു പുഴുവിനെ പോലെ അവനും കിടന്നു. വാതിൽ തുറന്നകത്തേക്ക് ആരോ വരുന്നത് അവൻ അറിഞ്ഞു. അതാരാണെന്ന് ഇന്നവൻ നല്ല ബോധ്യമുണ്ട്. പെൺപുലി എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും, അത്രയും വന്യത നിറഞ്ഞവൾ. ഹീരയെ മുഖമുയർത്തി നോക്കാൻ പോലും അവന് ഭയം തോന്നി. അവൻ്റെ പൊള്ളിയിടർന്ന വലത് കൈയിലേക്ക് തല്ലിയൊടിച്ച വലത് കാലിലേക്കും അവൾ പുച്ഛത്തോടെ നോക്കി. സുഖമാണോ ജിത്തു നിനക്ക്? മുരളം പോലെയുള്ള അവളുടെ ചോദ്യത്തിന് അവൻ അടിമുടി വിറച്ചു പോയി. കരയാൻ പോലുമുള്ള ശക്തി ഇന്ന് അവനില്ല. നിനക്ക് ഞാൻ പുതിയ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. കയ്യിലിരിക്കുന്ന തെരണ്ടിവാൽ അവളൊന്ന് നിലത്തേക്ക് ആഞ്ഞു വീശി. അത് കണ്ട് അവൻ്റെ ഉള്ളിൽ ഭീതി നിറഞ്ഞു. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ കൊല്ലില്ല. എൻ്റെ കല്ല് വിരിക്കുന്നതാ നിനക്കുള്ള ശിക്ഷ. അതുവരെ ഇങ്ങനെ ചെറിയ ചെറിയ സമ്മാനങ്ങൾ എൻ്റെ പക നീ സ്വീകരിക്കണം. പുച്ഛത്തോടവൾ പറഞ്ഞതും ജിത്തു ഭയന്ന് കരഞ്ഞു. എന്നാൽ അത് കണ്ട് കലിയിളകിയ ഹീര അവന് നേരെ പാഞ്ഞു ചെന്നു. കരയുന്നു നീ? ഒരു കൊച്ചു പെണ്ണിനെ വേദനിപ്പിച്ച് സുഖിച്ചു. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ മറ്റൊരു ജീവനെ പാകി. എന്നിട്ട് ഒരിറ്റ് മനസാക്ഷി ഇല്ലാതെ അതിനെ ചവിട്ടിക്കൊന്ന മിടുക്കനായവനല്ലേ നീ? വേദന അതെന്താണെന്ന് നിന്നെ ഞാൻ ശരിക്കും മറിയിച്ച് തരുന്നുണ്ട്. അവന് നേരെ കയ്യിലിരുന്ന വാല് വീശി അടിച്ചുകൊണ്ട് അവൾ അലറിയതും അവളേക്കാൾ ഉച്ചത്തിൽ വേദന കൊണ്ട് അവൻ അലറിക്കരഞ്ഞു. കൂർപ്പിച്ച് അവളുടെ ചുണ്ടിലേക്ക് പ്രതി അമർത്തി ചുംബിച്ചു. എന്നെ തല്ലി ആരെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല. നീ ഒരുത്തി എൻ്റെ മനസ്സിൻ്റെ മാത്രമല്ല, ശരീരത്തിൻ്റെ കൂടി ഉടമയാ. അതുകൊണ്ട് നിനക്ക് എന്തു ആകാം. അതുപോലെ തന്നെയാ തിരിച്ചും നിന്റെ ശരീരത്തിനോടൊപ്പം ഞാനും. അവനും അങ്ങനെ പറഞ്ഞതും അവളുടെ മിഴികൾ പിടഞ്ഞു. ഹൃദയം പിടിച്ചു തുള്ളി. അവൻ കുസൃതിയോടെ അവളുടെ ഉണ്ടക്കവളിൽ അമർത്തി കടിച്ചു. എരിവ് വലിച്ചുകൊണ്ട് അവൾ മുഖം ചുമപ്പിച്ചതും അവനിൽ അവളോടുള്ള കൊതി കൂടി. അവൾക്ക് മേലെ അധികം ഭാരം കൊടുക്കാതെ അവൻ ചെയ്യുമ്പോൾ അവളിൽ അതുവരെ ഉണ്ടായിരുന്ന ഭയമൊക്കെ മാറി. തൻ്റെ സൂര്യേട്ടനെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ട് അവൾ സ്വീകരിച്ചു. അവളെ അവൻ കൊതി തീരാതെ ചുംബിച്ചു. അവളുടെ കഴുത്തിലേക്ക് അവൻ മുഖം പൊഴുത്തിയതും അവൻ ആഞ്ഞു തള്ളിക്കൊണ്ട് വായും പൊത്തി അവൾ ബാത്റൂമിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് അവൻ ഒരു നിമിഷം തലയ്ക്ക് കൈ കൊടുത്തു പോയി. ചന്ത നന്നായി ഛർദ്ദിച്ചു. അവൻ ടെൻഷനോട് അവൾക്ക് അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും പെണ്ണാകെ വാടി കുടഞ്ഞു പോയിരുന്നു. അവൻ അവളെ ചേർത്ത് പിടിച്ചതും അവൾ അവൻ്റെ കയ്യിലൊരു തട്ടായിരുന്നു. കാര്യം മനസ്സിലാകാതെ അവൻ അവളെ അന്തിച്ചു നോക്കി. എൻ്റെ അടുത്തുനിന്ന് പോയേ, നിങ്ങളെ നാറിയിട്ട് പാടില്ല. എന്ത് വൃത്തികെട്ട പെർഫ്യൂമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അവളുടെ ചോദ്യം കേട്ട് അവൻ വിളിച്ചു പോയി. വളരെ വില കൂടിയ മണമുള്ള പെർഫ്യൂമാണ് അവൻ ഉപയോഗിക്കുന്നത്. അതിനാണെങ്കിൽ അങ്ങനെ രൂക്ഷഗന്ധമൊന്നുമില്ല. നല്ലൊരു ഫ്രഷ്നസ് സ്കീപ്പ് ചെയ്യുന്ന നറുമണമാണ്. അതിനെയാണ് അവൾ പുച്ഛിച്ച് തള്ളിയത്. എനിക്ക് ഈ സ്മെല്ല് തീരെ പറ്റുന്നില്ല. ആദ്യം ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ, എന്നിട്ട് വേഗം പോയി കുളിക്ക്. എടി, ഇത്രയും നേരം ഈ നെഞ്ചിൽ കിടന്നപ്പോൾ പോലും നിനക്ക് ഈ മണം കുഴപ്പമില്ലായിരുന്നല്ലോ. എന്നിട്ട് പെട്ടെന്ന് എന്താ? നിന്ന് പുരാണം വിളമ്പാതെ പോയി തുണി മാറും മനുഷ്യ. ദേ, എനിക്ക് വീണ്ടും ഛർദ്ദിക്കാൻ വരുന്നു. അവളവനെ നേരെ ചീറിയതും അവൻ വേഗം ശരിയെന്ന് തലയാട്ടിക്കൊണ്ട് ബാത്റൂമിലേക്ക് നടന്നു. കാട്ടിലെ സിംഹം വീട്ടിലെ പുലിക്ക് മുമ്പിൽ പൂച്ചയായതുപോലുള്ള അവൻ്റെ പോക്ക് കണ്ട് ചന്തു അറിയാതെ ചിരിച്ചുപോയി. വേണുവും ഗീതയും ചന്തുവിന് കൊടുക്കാൻ കൊണ്ടുപോകാനായി അവൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാം ഓരോ ബൈറ്റ് ബോക്സിലാക്കി അടച്ചു മൂടി. ലച്ചു ആണെങ്കിൽ മുംബൈ നഗരം കാണാനുള്ള ത്രില്ലിലാണ്. അവളും ചന്തുവിന് വേണ്ടി എന്തൊക്കെയോ കെട്ടിപ്പൊതിയുന്നുണ്ട്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ ട്രെയിൻ ബുക്ക് ചെയ്ത് പോകാനാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. പ്രഭയും എന്തൊക്കെയോ ഉണ്ടാക്കി കെട്ടിപ്പൊതിഞ്ഞു. വേണുവിന് സന്തോഷം കൊണ്ട് മനസ്സ് വിങ്ങി. ആ കുഞ്ഞു കുറുമ്പിയിൽ നിന്നും ഇന്ന് തൻ്റെ മകൾ ഒരു അമ്മയാകാൻ പോകുന്നെന്ന് ഓർത്ത് അയാളിൽ സംതൃപ്തി നിറഞ്ഞു.
ഹിമയെ കൊണ്ടുവന്നിട്ട് ഒരു ദിവസം പിന്നിട്ടു. ഇതിനിടയിൽ അവൾ ഐസിയുവിലേക്ക് മാറ്റി. അതോടെ ധൈര്യത്തോടെ നിന്ന ഹിമയുടെ അമ്മക്കും അനിയനും ഭയമായി. ദേവനിൽ അക്ഷരം മിണ്ടാതെ കണ്ണുനീർ വാർത്തു. അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ. ഡോക്ടർ അവനോട് പറഞ്ഞതോർക്കെ അവൻ്റെ ഹൃദയതാളം പോലും മുറുകിപ്പോയി. ഹിമയുടെ അവസ്ഥ വളരെ മോശമാണെന്നും എത്രയും പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്താൽ കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ ശ്രമിക്കാമെന്നും പറഞ്ഞതോടെ അവനാകെ ഇല്ലാതാകും പോലെയായി. ഇന്നൊന്നിനും പറ്റില്ല, നാളെയാണ് ഓപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. അമ്മയും കുഞ്ഞും തിരികെ വരാൻ അത്രയും വേദനയോടെ അവൻ പ്രാർത്ഥിച്ചു. സ്ത്രീവർഗത്തെ തന്നെ വെറുത്തു പോയിരുന്നവൻ ഇന്ന് ഏറ്റവും സ്നേഹിക്കുന്നത് അവളെന്ന പെണ്ണിയാണെന്ന് അവൻ ഉള്ളം കൊണ്ട് തിരിച്ചറിഞ്ഞു. സമയം കടന്നുപോയി. ഒടുവിൽ ഹിമയുടെ സർജറി നടന്നു. അവളെ കാത്തവൻ പ്രാർത്ഥനയോടെ പുറത്തിരുന്നു. മഹിമയുടെ കൂടെയുള്ളവർ? ഒരു നേഴ്സ് വന്ന് വിളിച്ചതും വിറക്കുന്ന കാലുകൾ വലിച്ചുകൊണ്ട് അവൻ അവർക്കടുത്തേക്ക് ചെന്നു. പെൺകുഞ്ഞ, മാസം തികയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിനൽപ്പം ആരോഗ്യക്കുറവുണ്ട്. കുറച്ച് ദിവസം പീഡിയാട്രിക് ഐസിയുവിൽ കിടത്തണം. പിന്നെ കുറച്ച് മഞ്ഞയുണ്ട്. അത് പറഞ്ഞ് അവൻ്റെ കയ്യിലേക്ക് പിങ്ക് ടർക്കിയിൽ പൊതിഞ്ഞ കുഞ്ഞിനെ കൈമാറി. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ട് അവൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി. എൻ്റെ ഹിമ? അവൻ അവനോട് ചോദിച്ചു. ഒന്നും പറയാറായിട്ടില്ല, ശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ഡോക്ടർ അറിയിക്കും, പ്രാർത്ഥിച്ചോളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ തിരികെ വാങ്ങി. അതോടെ അവൻ കൂടുതൽ തളർന്നു. ഹിമയുടെ അമ്മയും അനിയനും അവന് താങ്ങായി നിന്നു. ഒരമ്മ ശരിക്കും എന്താണെന്ന് അവന് മനസ്സിലാകുന്നുണ്ട്. തൻ്റെ ജീവൻ പോലും പണയപ്പെടുത്തി തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നവൾ. ബഹുമാനം തോന്നിയവന് ആ പെണ്ണൊരുത്തിയോട്. തൻ്റെ അമ്മ എന്ന് പറയുന്ന സ്ത്രീയെ പോലെയുള്ളവർ മാത്രമല്ല, ഇങ്ങനെയുമുള്ള പെൺകുട്ടികളുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഏറെ നേരത്തിനൊടുവിൽ ഡോക്ടർ പുറത്തേക്ക് വന്നു. അവൻ അവരുടെ അടുത്തേക്ക് വേഗം ചെന്നു. കൂടെ കരച്ചിലോടെ ഹിമയുടെ അമ്മയും. സോറി മിസ്റ്റർ ദേവൻ, ഞാൻ പറഞ്ഞിരുന്നില്ലേ, മാക്സിമം ഞങ്ങൾ ശ്രമിച്ചു നോക്കി. ഹിമയെ രക്ഷിക്കാനായില്ല. ഡോക്ടറുടെ വാക്കുകളിൽ എടുത്തി പോലെ അവനിൽ വന്ന് പതിഞ്ഞു. ഹൃദയം വിങ്ങി നോവോടെ അവൻ തളർന്നു പോയി. ഹിമയുടെ അമ്മ നെഞ്ചത്തടിച്ച് അലറി കരഞ്ഞു. അവളുടെ അനിയൻ ഷോക്കേറ്റതുപോലെ തറഞ്ഞു നിന്നു. വീണ്ടും ഒറ്റപ്പെടൽ, മൂകത. ദേവന് ഭ്രാന്ത് പിടിക്കും പോലെ തോന്നി. ഇതിനാണോ താൻ അവളെ സ്നേഹിച്ചത്, ജീവനിൽ ചേർത്ത് വെച്ചത്? ഒറ്റക്കാക്കി പോകാൻ അവൾക്ക് എങ്ങനെ മനസ്സ് വന്നു? തന്നോട് പകരം വീട്ടിയതാണോ ഹിമ? തൻ്റെ കുഞ്ഞിനെ കാണേണ്ടേ അവൾക്ക്? സ്വയം പുലമ്പിക്കൊണ്ട് വിങ്ങി കരഞ്ഞു അവൻ. ഇതേ സമയം അവൻ്റെ നോവറിഞ്ഞ് അവളുടെ ആത്മാവും കണ്ണുനീർ പൊടിച്ചു. വിധി അതിനെ തടുക്കാൻ മനുഷ്യന് സാധിക്കില്ലല്ലോ. വേണുവും ഗീതയും ലച്ചുവും ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ അടുക്കി വെച്ചു. ബെർത്തായിരുന്നവരെടുത്ത്. അതുകൊണ്ട് തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവർ യാത്ര ആരംഭിച്ചു, അവിടെയുള്ള സൂര്യയുടെ പുതിയ മുഖം അറിയാതെ. ഇതേ സമയം ചന്തു നല്ല ഉറക്കായിരുന്നു. അവളെ ശല്യപ്പെടുത്താതെ അവൾക്കരികിലിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുമായിരുന്നു പൃഥ്വി. അവരുടെ തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരഞ്ഞെടുത്ത പുതിയ സ്റ്റാഫുകളുടെ ലിസ്റ്റ് അവൻ പരിശോധിച്ചു. അതിലൊരു സിവി കണ്ട് അവൻ നെറ്റിയിൽ വിരലമർത്തിവിട്ടു. ഇതിനിടയിൽ ഉറക്കമുണർന്ന ചന്തു അവനോട് ചേർന്ന് ലാപ്പിലേക്ക് എത്തി നോക്കി. അവളുടെ മുഖം ചുളിഞ്ഞു. ഇവളുടെ ഫോട്ടോ എന്താ ഇതില്? ചന്തുവിന്റെ ചോദ്യം കേട്ട് പൃഥ്വി അവളെ കണ്ണ് ചിമ്മി നോക്കി. നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവളെ സ്റ്റാഫായി തിരഞ്ഞെടുത്തു. അവൻ നിസാരമായി പറഞ്ഞതും ചന്തുവിന്റെ കണ്ണുകൾ മിഴിഞ്ഞു പോയി. നമ്മുടെ ഹോസ്പിറ്റലിലോ? അവളുടെ ഞെട്ടൽ കണ്ടവനൊന്ന് പുഞ്ചിരിച്ചു. നിന്റെ ഈ ഭർത്താവ് നീ കരുതും പോലെ ഒരു ഗുണ്ടെന്നല്ല പെണ്ണെ. IMA ബിസിനസ്മാനാ. ഈ മുംബൈ നഗരത്തിൽ അത്യാവശ്യം വലിയൊരു ബിസിനസ്സുകാരനാണ് ഞാൻ. ശരിക്കും? കണ്ണുകൾ പിടുത്തി അവൾ ചോദിച്ചതും അവൻ വാത്സല്യത്തോടെ അവളൊന്ന് തലോടി. നമുക്ക് സ്വന്തമായി ഇവിടെയും കേരളത്തിലും കർണാടകയിലായി 10 ഹോസ്പിറ്റല്, 5 ജുവലറി, 7 IT, പിന്നെ 4 നേഴ്സിംഗ് കോളേജ്. ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം എൻ്റേത് മാത്രമല്ല. സായ്, ഹീര, ഞങ്ങൾ 3 പേർക്കും ഒരേ അവകാശ. കണ്ണും തുറിച്ച് വായും തുറന്നിരിക്കുന്നവളെ കണ്ട് ഈ പെണ്ണിന്റെ ബോധം പോയെന്ന പോലെ അവനവളെ കണ്ണു കൂർപ്പിച്ച് നോക്കി. അവനവളുടെ കയ്യിലെടുത്ത് അട്ടുവെച്ച് കൊടുത്തതും പെണ്ണവനെ നോക്കി കണ്ണു വിളിച്ചു. അപ്പൊ പിന്നെ ഈ സെറ്റപ്പോ? എന്ത് സെറ്റപ്പ്? അവനവളെ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഈ കുണ്ടയെ പോലെ. അല്പം മടി തോന്നി അവൾക്കത് പറയാൻ. ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അല്പം വില്ലത്രവും ഗുണ്ടായിസൊക്കെ വേണം. അതൊന്നും എൻ്റെ പത്മക്ക് മനസ്സിലാകില്ല. ഇവിടത്തൊക്കെ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ ചെറിയൊരു ചിരി വിടുന്നു. അപ്പൊ ഗുണ്ടല്ലേ? അവളുടെ ചോദ്യം കേട്ട് അവൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് അല്ലെന്ന് തലയാട്ടി കൊടുത്തു. അതോടെ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. അതവനും മനസ്സിലായി. ഇതേ സമയം അവർക്കരികിലേക്ക് 3 ആറ്റം ബോംബുകൾ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞതേയില്ല.